തമിഴ്നാട്ടിൽ കോൺഗ്രസിന് പിന്നാലെ മുസ്ലിം ലീഗും വിടുതലൈ സിരുത്തൈകൾ കക്ഷിയും തമിഴക വെற்றிക്കഴക മന്ത്രിസഭയിലേക്ക് ഇന്നലെ ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം പാപനാശം എംഎൽഎ എം ഷാജഹാൻ മന്ത്രിയായി ചുമതലയേൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. രാത്രി വൈകി അവസാനിച്ച യോഗത്തിലാണ് ടി.വി.കെയുടെ ക്ഷണം സ്വീകരിക്കാൻ വി.സി.കെ തീരുമാനിച്ചത്. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മനേഷ്, 2 മന്ത്രിസ്ഥാനങ്ങൾ ടി.വി.കെ ഒഴിച്ചുവച്ചിരുന്നു ഈ 2 പാർട്ടികൾക്കായി. അവരിപ്പോൾ കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണ്. അങ്ങനെ തുടർച്ചയായ 2ാം ദിവസവും മന്ത്രിസഭാ വികസനം. ദിൽന, കൃഷ്ണ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും, കാരണം തമിഴ്നാടിന്റെ ചരിത്രമാണ് ഈ പറഞ്ഞ 2 പേർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അത് തമിഴ്നാടിന്റെ മറ്റൊരു ചരിത്രമായി മാറുന്നു. 6 പതിറ്റാണ്ടിന് ശേഷം ഒരു മുന്നണി സംവിധാനത്തിലുള്ള ഒരു മന്ത്രിസഭ തമിഴ്നാട്ടിൽ അധികാരത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. മുന്നണി സംവിധാനം നേരത്തെ ഉണ്ട്, പക്ഷേ ഭരണത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരു മുന്നണി, ആ ഒരു സംവിധാനം എന്തായാലും അധികാരത്തിൽ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മുസ്ലിം ലീഗാണ് ആദ്യം ഇന്നലെ ആദ്യം മന്ത്രിസ്ഥാനം പ്രഖ്യാപിച്ച, അല്ലെങ്കിൽ മന്ത്രിസഭയിൽ ചേരുമെന്ന് തീരുമാനം പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗാണ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അവരുടെ യോഗം അവസാനിച്ചത്. അതിൽ എം ഷാജഹാൻ, പാപനാശത്തു നിന്നുള്ള MLA ആയിട്ടുള്ള എം ഷാജഹാനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അത് ഇന്ന് രാവിലെ 9:30 മണിയോടുകൂടി ചടങ്ങുണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് വി.സി.കെയാണ്, വിടുതലൈ സിരുത്തൈകൾ കക്ഷിയാണ്. രാത്രി ഏറെ വൈകിയാണ് വി.സി.കെയുടെ തീരുമാനം പുറത്തു വരുന്നത്. 1 year ആയിരിക്കും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കോൺഗ്രസ് മന്ത്രിസഭയുടെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ ഇതിന് തൊട്ടു പിന്നാലെയാണ് വി.സി.കെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും മന്ത്രിസഭയുടെ ഭാഗമാകാൻ തീരുമാനിക്കുന്നത്. ക്രിസ്റ്റീന, ദിൽന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.